നമുക്ക് ട്രെയിനിങ്ങും ഡെവലപ്മെന്റിന്റെ ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ നോക്കാം. ട്രെയിനിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് എയിംസ് ടു മെയിൻറ്റെയിൻ ആൻഡ് ഇംപ്രൂവ് ജോബ് പെർഫോമൻസ് ഓഫ് പേഴ്സണൽ. ഒരു പേഴ്സന്റെ ജോബ് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രെയിനിങ് ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷേ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഓവറോൾ എഫക്റ്റീവ്നെസ് ഓഫ് ദ സ്റ്റാഫ് അതിനെ എൻഹാൻസ് ചെയ്യുന്നതാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. പെർഫോമൻസ് മാത്രം ഇൻക്രീസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഓവറോൾ എഫക്റ്റീവ്നെസ് ഓഫ് ദി സ്റ്റാഫ് in the present position and to prepare them for greater responsibility when they get a promotion. അത് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ പൊസിഷനിൽ ഒരു നല്ല രീതിയിലുള്ള ഓവറോൾ എഫക്റ്റീവ്നെസ് ഇൻക്രീസ് ചെയ്യുക, ഫ്യൂച്ചറിൽ ഒരു പ്രൊമോഷൻ കിട്ടുമ്പോഴത്തേക്ക് അവിടെ ഉള്ള റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ എടുക്കാനും ഫ്യൂച്ചറിലേക്കുള്ള ഒരു പ്രിപ്പറേഷൻ ആണ് ഡെവലപ്മെന്റ്. പക്ഷേ ട്രെയിനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ജോബ് പെർഫോമൻസ് ഓഫ് ദ പേഴ്സണൽ ഇംപ്രൂവ് ചെയ്യാനുള്ളതാണ്. നെക്സ്റ്റ് ഇറ്റ് ഇസ് മെയിൻ ഫോർ ട്രെയിനിങ് പ്രോഗ്രാംസ് ഫോർ ഡിസൈൻഡ് ആൻഡ് പ്ലാൻ ഫോർ പേഴ്സൺ അറ്റ് ഓപ്പറേഷൻ ലെവലിൽ ഡിസൈൻ ചെയ്തതും പ്ലാൻ ചെയ്തതായിട്ടുള്ള കുറേ ട്രെയിനിങ് പ്രോഗ്രാംസ് ആണ് ട്രെയിനിങ്ങിനകത്ത് വരുന്നത്. ഡെവലപ്മെന്റിനകത്താണെങ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് എന്ന് പറയുമ്പോഴത്തേക്കും മിഡിൽ ലെവൽ അല്ലെങ്കിൽ സൂപ്പർവൈസറി ലെവലിലും മാനേജറൽ ലെവലിലും ആയിരിക്കും. മറ്റേത് ഓപ്പറേഷണൽ ലെവലാണെങ്കിൽ ഇത് മാനേജറൽ ലെവലിലും സൂപ്പർവിഷണൽ ലെവലിലും ആയിരിക്കും എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ ഡെപ്ത് ഓഫ് നോളജ് എന്ന് പറയുമ്പോഴത്തേക്കും റിലേറ്റഡ് ടു സ്പെസിഫിക് ജോബ്സ് ടെക്നിക്സ് ആൻഡ് മാനുവൽ സ്കിൽസ്. സെർട്ടൺ ആയിട്ടുള്ള ജോബ് ടെക്നിക്സ് മാനുവൽ സ്കിൽസിനെ പറ്റി മാത്രമായിരിക്കും ട്രെയിനിങ്ങിൽ കൊടുക്കുന്നത്. പക്ഷേ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും സൂപ്പർവൈസറി ടെക്നിക്സ്, മാനേജ്മെന്റ് ടെക്നിക്സ്, അവരുടെ പ്രിൻസിപ്പൽ, കൺസെപ്റ്റ്, ഫിലോസഫി എല്ലാം പഠിപ്പിക്കും. പക്ഷേ സ്പെസിഫിക് ആയിട്ടുള്ള ജോബിന്റെ ടെക്നിക്സും സ്കിൽസും മാത്രമാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ട്രെയിനിങ്. നെക്സ്റ്റ് ഇനിഷ്യേറ്റീവ് ഇൻ ലേണിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും മാനേജ്മെന്റ് ആയിരിക്കും ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്യാനും കണ്ടക്ട് ചെയ്യാനും വേണ്ടിയിട്ട് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. പക്ഷേ അതേസമയം ഡെവലപ്മെന്റിനകത്താണെങ്കിൽ മാനേജ്മെന്റും ഇൻഡിവിജ്വലും എഫേർട്ട് എടുക്കും. ട്രെയിനിങ്ങിനകത്ത് മാനേജ്മെന്റ് ആയിരിക്കും എടുക്കുന്നത്. നെക്സ്റ്റ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ മെയിനായിട്ടും ജോബ് ഫോക്കസ്ഡ് ആയിരിക്കും. ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ മാനേജ്മെന്റ് അല്ലെങ്കിൽ കരിയർ ഓറിയന്റഡ് ആയിരിക്കും. കറണ്ട് ആൻഡ് ഫ്യൂച്ചർ ജോബിന് മെയിനായിട്ട് ഓറിയന്റഡ് ആയിരിക്കും. ഗോൾ എന്ന് പറയുമ്പോൾ ട്രെയിനിങ്ങിൽ ഫിക്സ്ഡ് ആയിട്ടുള്ള കറണ്ട് സ്കിൽ ഡെഫിസിറ്റ് ആയിരിക്കും അത് എയിം ചെയ്തായിരിക്കും ട്രെയിനിങ് നടത്തുന്നത്. പക്ഷേ ഫ്യൂച്ചർ ഡിമാൻഡ്സിനെയും കൂടെ പ്രിപ്പയർ ചെയ്തിട്ടാണ് ഡെവലപ്മെന്റ് നടത്തുന്നത്. ഇപ്പോഴത്തെ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് ട്രെയിനിങ് കൊടുക്കുന്നതാണ്. ട്രെയിനിങ് നെക്സ്റ്റ് ഫ്യൂച്ചർ വർക്കിലും ഇപ്പോഴത്തെ വർക്കിലും നല്ല രീതിയിൽ വരാൻ വേണ്ടിയിട്ടാണ് ഡെവലപ്മെന്റ്. കണ്ടന്റ് എന്ന് പറയുമ്പോൾ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും ട്രെയിനിങ്ങിനകത്ത്, ജനറൽ നോളജ് ആയിരിക്കും ഡെവലപ്മെന്റിനകത്ത്. നെക്സ്റ്റ് ഫ്രെയിം എന്ന് പറയുമ്പോൾ ട്രെയിനിങ് ഇസ് എ ഷോർട്ട് ടേം പ്രോസസ് ആണ്, ഡെവലപ്മെന്റ് ഇസ് എ ലോങ് ടേം പ്രോസസ് ആണ്.